പ്രിയമുള്ളവരെ നമസ്കാരം. മീനച്ചൽ ഈഴവ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ SNDPയുടെ ആരാധ്യനായിട്ടുള്ള അധ്യക്ഷൻ സംസാരിച്ചു. ധാരാളം ആവലാതികൾ ഉയർത്തിക്കൊണ്ടായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗം പൂർത്തീകരിച്ചത്. അദ്ദേഹം പറഞ്ഞത് പ്രധാനമായിട്ടും ഹിന്ദു സമൂഹത്തിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടുള്ള മതപരിവർത്തനത്തെക്കുറിച്ചായിരുന്നു പ്രധാനമായിട്ട് പരാമർശിച്ചത്. അതായത് പ്രത്യേകിച്ച് ഈഴവ സമുദായം തൊട്ട് പല ഹിന്ദു സമുദായങ്ങളിലെയും അംഗങ്ങളെ ചില ക്രൈസ്തവ വിഭാഗങ്ങൾ വളരെയധികം ടാർഗറ്റ് ചെയ്ത് വേട്ടയാടുന്നു എന്നുള്ളതായിരുന്നു ആ പ്രസംഗത്തിലൂടെ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ ഇസ്ലാം മതത്തിലേക്കും പരിവർത്തനം ചെയ്യപ്പെടുന്നു ഈഴവ സമുദായ അംഗങ്ങൾ എന്ന് പറയുവാൻ വേണ്ടിയിട്ട് വെള്ളാപ്പള്ളി നടേശൻ ആ പ്രസംഗത്തിൽ തയ്യാറായി എന്നുള്ളത് മാത്രമല്ല, കോട്ടയം ജില്ലയിലെ എയ്ഡഡ് സ്കൂൾ കോളേജുകളുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം റിസർവേഷൻ ചെയ്ത രീതിയിൽ കോട്ടയം ജില്ലയിൽ എയ്ഡഡ് സ്കൂൾ കോളേജുകൾ നിൽക്കുന്നു എന്നുള്ളതും ഈ പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ വിഷയമാണ്. മാത്രമല്ല, ബാബറി മസ്ജിദ് ആ വിഷയത്തിൽ കർസേവ നടന്ന സമയത്ത് അതിനെതിരായിട്ട് പ്രമേയം പാസാക്കിയ ബാബറി മസ്ജിദിന് അത് പൊളിച്ചത് കർസേവ നടന്നത് തെറ്റായി എന്ന SNDP പ്രമേയം പാസാക്കിയിരുന്നു. നിലയ്ക്കൽ പ്രക്ഷോഭം നടന്ന സമയത്തും അതുപോലെ തന്നെ നിലയ്ക്കൽ പള്ളി വേണം എന്നുള്ള രീതിയിൽ അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ SNDPയെ മതേതരമായിട്ട് കാണുവാൻ വേണ്ടിയിട്ട് SNDPയുടെ അഭിപ്രായത്തെ മതേതരമായിട്ട് കാണാൻ തയ്യാറാകുന്നില്ല. തങ്ങൾ പറയുന്നത് ഒരു വർഗീയമായിട്ട് പരാമർശിക്കപ്പെടുന്നു. മലപ്പുറത്ത് സംസാരിച്ചത് ഒരു മതവിഭാഗത്തിനെതിരായിട്ട് വളച്ചൊടിച്ചു എന്നുള്ള പരാതിയും ആവലാതിയും ഒക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെച്ചത്. കുരിശുമലയ്ക്കായിട്ട് വാഗമണ്ണിലെ 450 ഏക്കർ സർക്കാർ കുരിശുമല തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് പതിച്ചു നൽകുമ്പോൾ മാണിയുടെ കാലത്ത് 15 ഏക്കർ SNDPക്ക് പതിച്ചു കൊടുത്തതിൽ അത് മുരുകൻമലയിൽ വെള്ളം പോലും പച്ചവെള്ളം കിട്ടാത്ത പട്ടിക്കാട് എന്നുള്ള തരത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ചത്. വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ ഞാനും ഒരു പള്ളിയാണ്, വെള്ളാപ്പള്ളി എന്നുള്ള പള്ളിയാണ്, പക്ഷേ ഇവിടെ പള്ളിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു പ്രത്യേക റിസർവേഷൻ ഉണ്ട്, ഞങ്ങൾക്ക് അതൊന്നും ലഭ്യമല്ല, സാമൂഹ്യനീതി കേരളത്തിൽ നടപ്പിലാവുന്നില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഈഴവ വിഭാഗത്തെ അല്ലെങ്കിൽ ഈഴവ സമാജത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈഴവ മഹാസമ്മേളനത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിച്ച SNDPയുടെ ആരാധ്യനായിട്ടുള്ള അധ്യക്ഷൻ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ പറഞ്ഞു വെച്ചത് മതേതരത്വം എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങളുടെ വാരിച്ചൊരിയലായിട്ട് കേരളത്തിൽ മാറുന്നു എന്നുള്ളതാണ് പറഞ്ഞു വെച്ചത്. ഇത് യഥാർത്ഥത്തിൽ പച്ച പരമാർത്ഥം തന്നെയാണ്. പക്ഷേ ഈ പ്രസംഗത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് പഠിക്കേണ്ടതുണ്ട്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തി എന്ന് പറയുന്ന മാധ്യമങ്ങളിലൂടെ വന്ന ഈ പ്രസംഗത്തിന്റെ ഏകദേശ രൂപത്തെ അല്ലെങ്കിൽ ഇതിന്റെ പ്രസംഗത്തിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത്. സാമൂഹ്യ നീതിയെക്കുറിച്ച്, ഹിന്ദു സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള അവഗണനയെക്കുറിച്ച്, ഹിന്ദു സമാജത്തിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചൊക്കെ ഈ മഹാസമ്മേളനത്തിലൊക്കെ ചെന്ന് നിന്ന് വാതോരാതെ വെള്ളാപ്പള്ളിയൊക്കെ പ്രസംഗിക്കുമ്പോൾ ഈ സമാജത്തിന് വേണ്ടിയിട്ട്, ഈ സമാജം നേരിടുന്ന വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട്, സമാജത്തിന്റെ സ്വാഭിമാനത്തിന് വേണ്ടിയിട്ട് ഈ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള വ്യക്തികൾ എന്തു പ്രവർത്തനമാണ് ഏറ്റെടുത്തു ചെയ്യുന്നത് എന്നുകൂടി നാം ധാർമ്മികമായിട്ട് ചോദിക്കേണ്ടതായിട്ടുണ്ട്. ബാബറി മസ്ജിദ് എന്ന് പറയുന്ന അപമാനത്തിന്റെ മുകുടത്തിന് നേരെ കർസേവകർ കൃത്യമായിട്ടുള്ള പ്രവർത്തനം കർസേവ നടത്തിയപ്പോൾ അതിനെതിരായിട്ട് പ്രമേയം പാസാക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറായി എന്ന് ഇന്നും പരസ്യമായിട്ട് പ്രസംഗിക്കുന്ന ഈ വെള്ളാപ്പള്ളി നടേശന് എന്തു സ്വാഭിമാന ബോധമാണുള്ളത്? ഈ എന്തു സന്ദേശമാണ് ഇത് പൊതുസമൂഹത്തിലേക്ക് പകർന്നു നൽകുന്നത്? ആരെയാണ് ഇവർ ഭയപ്പെടുന്നത്? ഈ മലപ്പുറത്ത് നടത്തിയ പ്രസംഗത്തിൽ എൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചു, ഞാൻ ഒരു സമുദായത്തിനും എതിരല്ല, ഞാൻ ഒരു മതത്തിനും എതിരല്ല എന്ന് പറഞ്ഞ
സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ട് കെഞ്ചി കാല് പിടിച്ച് കേണപേക്ഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സ്വന്തം സമുദായത്തെ അപമാനിക്കുവാൻ വേണ്ടിയിട്ട്, അപമാനിതമാക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പ്രസംഗം ഉപകരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ നീതിക്ക് വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള നിലപാടെടുത്ത് പോരാട്ടത്തിന്റെ പോർമുഖം തുറക്കുകയാണ് സ്വാഭിമാനബോധമുള്ള ഒരു സമൂഹം ചെയ്യേണ്ടത്. മറ്റുള്ള എല്ലാ വിശ്വാസ സമൂഹവും ഒറ്റക്കെട്ടായിട്ട് അവരവരുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്, അവരവരുടെ സമൂഹത്തിന്റെ കൂട്ടമായിട്ടുള്ള മുന്നേറ്റത്തിന് വേണ്ടിയിട്ട്, ഒരുമിച്ചുള്ള മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് വളരെ ജാഗ്രതയോട് കൂടിയിട്ട്, വളരെ ശക്തമായിട്ട് മുന്നേറുമ്പോൾ നമ്മുടെ സമൂഹത്തെ ജാതീയപരമായിട്ട് ഭിന്നിപ്പിച്ചു നിർത്തി ഒറ്റപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കപട രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇക്കൂട്ടർ കണ്ണു തുറക്കാത്തത് എന്തുകൊണ്ട്? നിലയ്ക്കൽ പള്ളി വേണം എന്നുള്ള ആവശ്യം ഞങ്ങളന്ന് ഉന്നയിച്ചിരുന്നു എന്ന് പറയുവാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറാകുമ്പോൾ നമ്മുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ധർമ്മത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നവരല്ല ഇതര മതവിഭാഗങ്ങളെന്ന് മനസ്സിലാക്കി പ്രസംഗിക്കുന്ന വെള്ളാപ്പള്ളിക്ക് എന്തുകൊണ്ട് സ്വന്തം സമൂഹത്തിന് വേണ്ടിയിട്ട്, സമാജത്തിന് വേണ്ടിയിട്ട് ഉറച്ചു സംസാരിക്കുവാൻ വേണ്ടിയിട്ട്, ഒറ്റ വാക്കിൽ അഭിപ്രായം പറയുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ശക്തമായിട്ടുള്ള ഒരു നട്ടലിന്റെ ഉടമയല്ല ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും, പറയേണ്ടി വരും. അതാണ് മീനച്ചലിലെ ഈഴവ മഹാസമ്മേളനത്തിലെ ഈ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗമെന്ന് അന്നം കഴിക്കുന്ന, അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള പരിഷ്കർത്താക്കളാണ് സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ട് ഇന്ന് പോരാടുന്നത് എങ്കിൽ, ഇത്തരത്തിലുള്ള സംഘടനകളെ നയിക്കുന്നത് എങ്കിൽ, ഇവരാലാണ് ഇന്ന് സമാജം നയിക്കപ്പെടുന്നത് എങ്കിൽ പരാജയത്തിന്റെ, പതനത്തിന്റെ നാളുകളെന്ന് പറയുന്നത് വിദൂരത്തിലായിരിക്കില്ല. തീർച്ചയായിട്ടും ഇതിൽ നിന്നെല്ലാം അകന്നു മാറി മുന്നേറേണ്ടതായിട്ടുണ്ട്. ഹിന്ദു സമൂഹം ഇത്തരത്തിലുള്ള കപട മതേതര ശിഥിലീകരണ ശക്തികളെ തിരിച്ചറിയുക തന്നെ വേണം. ഇത്തരത്തിലുള്ള ശക്തികൾക്കെതിരായിട്ട്, ഇത്തരത്തിലുള്ള സ്വാർത്ഥ ചിന്തകർക്കെതിരായിട്ട് നാം നിലപാടെടുത്ത് സ്വാഭിമാനബോധം വീണ്ടെടുത്തുകൊണ്ട് ശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് നടത്തേണ്ടത്. തീർച്ചയായിട്ടും നമ്മുടെ മുന്നിലുള്ള നാളുകളെന്ന് പറയുന്നത് നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, ധർമ്മത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, മതപരിവർത്തനം തടയുവാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സാമൂഹ്യ നീതി എന്ന് പറയുന്നത് സമരസപ്പെട്ടുകൊണ്ട്, അടിമപ്പെട്ടുകൊണ്ട്, ആർക്കെങ്കിലും കീഴ്പ്പെട്ടുകൊണ്ട് കേണപേക്ഷിച്ച് അപേക്ഷ നൽകി നേടുവാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് പോരാട്ടത്തിന്റെ വഴിയിലൂടെ അത് നമ്മുടെ പൗരാണികർ കാണിച്ചു തന്ന ത്യാഗോജ്വലമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടല്ലോ, ആ പ്രവർത്തനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അത് മാതൃകയാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്, അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് സമൂഹം നടത്തേണ്ടത്. നന്ദി, നമസ്തേ.